ഞങ്ങളുടെ ഒരു VIP ജയിൽ സന്ദർശനമായിരുന്നു ഇന്നലെ ബിഗ് ബോസിൽ നടന്നത്. സന്ദർശനം എന്ന് പറയുന്നില്ല, ജയിൽ വാസം. അതിന് ബിഗ് ബോസ് വരെ കണ്ണടച്ചു എന്നാണ് ആ ജയിൽ വാസം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ക്യാമറ കണ്ണുകൾ മൊത്തം ജാസ്മിൻ എന്ന് പറയുന്ന VIP ചുറ്റിപ്പറ്റിയായി. ഈ ആഴിക്കിടയിലൂടെ ഗബ്രി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സീനറികൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല മയമായിരുന്നു. ക്യാമറ കണ്ണുകൾക്ക് നല്ല മയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് VIP ചില കർക്കശമായ നിർദ്ദേശങ്ങൾ, ഇഷ്ടപ്പെടാത്തവരെ അവിടെ നിന്ന് ശകാരിക്കുക, അതൊന്നും അഴി ഉണ്ടെന്നൊന്നും ഈ ജാസ്മിൻ എന്ന് പറയുന്ന VIP ഒരു പ്രശ്നമില്ല. VIP മുന്നിൽ എല്ലാം തുറക്കും. നമ്മൾ ഈ ചില രാഷ്ട്രീയക്കാരൊക്കെ ചെന്ന് കഴിയുമ്പം കട്ടിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്തിനും തയ്യാറായി നിൽക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത്. മറ്റ് മത്സരാർത്ഥികൾ, പ്രത്യേകിച്ച് റസ്മിൻ ഗബ്രി കോംബോ, ഇങ്ങനെ അവർക്ക് വേണ്ടി അവരെന്താ ആവശ്യപ്പെടുന്നത്, ഏത് നിമിഷവും ആവശ്യപ്പെടുന്ന, അവർ മനസ്സിൽ കാണുമ്പോൾ തന്നെ മാനത്ത് കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും തയ്യാറാണ്. ഇതിനിടയ്ക്ക് നോറയ്ക്ക് പനീർ വേണമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ജാസ്മിനെ പിണക്കരുത്, ജാസ്മിൻ്റെ കൂടെ കിടക്കുന്ന വ്യക്തിയാണ്, അവളും തന്നെ പനീർ എത്തുന്നു റസ്മിൻ. അതുപോലെ ജാസ്മിന് അകത്ത് കിടന്നപ്പോൾ ഭയങ്കര ചൂടാണ്, ഐഫ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, ഉടൻ തന്നെ ഋഷി അതിന് തയ്യാറായി ഐഫ് കൊണ്ട് കൊടുക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ജിൻഡോ കഞ്ഞിയും പയറും അങ്ങനെയൊക്കെയുള്ള ആഹാരവുമായിട്ട് ജയിൽ സന്ദർശിക്കാൻ ക്യാപ്റ്റനാണ് അധികാരമുള്ളത്. ക്യാപ്റ്റൻ അത് അതിനകത്ത് കയറി കൊടുത്തുകൊണ്ടിരിക്കുമ്പം അതിനിടയിൽ കൂടി നമ്മുടെ ഗബ്രി എത്തുകയും ഗബ്രിയും ജാസ്മിനും കൂടെ കെട്ടിപ്പിടിച്ച് കളിക്കുകയും ചെയ്ത് നമ്മൾ ഇന്നലെ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനിടയിൽ VIP ജാസ്മിൻ തനിക്കിഷ്ടമില്ലാത്ത ജിൻഡോയെ നിരന്തരം ഇങ്ങനെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഈ ചില ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചു, VIP ചെന്ന് കഴിയുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കത്തില്ല. അതുപോലെ തൻ്റെ കീഴാളാണല്ലോ അല്ലേ ജിൻഡോ എന്ന് പറയുന്നത്, തൻ്റെ കീഴാളാണ്. തനിക്ക് എന്ത് വേണമെങ്കിലും ശകാരിക്കാം, എന്ത് വേണമെങ്കിലും ശാസിക്കാം. അതിന് യാതൊരുവിധ പണിഷ്മെൻറ്റും കൊടുക്കാൻ ബിഗ് ബോസിന് കഴിയത്തില്ല. കാരണം ബിഗ് ബോസ് പോലും ജാസ്മിനെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് എനിക്കിത് കണ്ടപ്പം തോന്നിയത്. അതുപോലെ പല ജയിലിൽ കിടക്കുന്ന സമയത്തും ബിഗ് ബോസ് നിരന്തരം പറയാനുണ്ടായിരുന്നു, അകത്തുനിന്ന് ആഹാരം കൊടുക്കരുത്. അതുപോലെ തന്നെ പുറത്തെ മത്സരാർത്ഥികൾ ജയിലിന് കൂട്ടം കൂടി നിൽക്കരുത്, സംസാരിക്കരുത്, ജയിൽ സന്ദർശനത്തിൽ മാത്രമേ പോകാവുള്ളൂ എന്നൊന്നും. പക്ഷെ ജാസ്മിന് ഇതൊന്നും ബാധകമല്ല. അവിടെ ഉണ്ടാക്കിയ എല്ലാ ആഹാരങ്ങളും ജാസ്മിൻ ആവശ്യപ്പെടുന്നവർക്ക് അവിടെ എത്തിക്കാൻ റസ്മിൻ തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് എനിക്കിതിനകത്ത് തോന്നുന്നത്. അതുപോലെ ഇവർ ഒരു റൂമിൽ കിടക്കുമ്പം കെട്ടിപ്പിടുത്തവും എല്ലാം തന്നെ ജയിലിൽ സാധ്യമായി. അപ്പം ഒരു VIP തന്നെയായിരുന്നു ഇന്നലെ ജയിലിൽ എത്തിയത് എന്നാണ് ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്താ പറയുക, ജാസ്മിൻ ഉരുമ്പിട്ടാൽ ഏത് വാതിലും തുറക്കപ്പെടും എന്ന് ഇന്നലെ ബിഗ് ബോസ് കാണിച്ചു തന്നു നമുക്ക് അല്ലേ. അപ്പം ബിഗ് ബോസിലെ VIP ഇന്നലെ ബിഗ് ബോസിന് പോലും സത്യം പറഞ്ഞ പേടിയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത്. അപ്പം നോറയും നമ്മളെ ജാസ്മിനും ഇന്നലെ ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. പ്രേക്ഷകരെ സംബന്ധിച്ച് സന്തോഷകരമാണെങ്കിലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഒരു മനസ്സലിവുണ്ട് ജാസ്മിനോട്. കാരണം എന്ത് സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് കിടക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ജയിലിൽ വന്ന് കിടക്കുന്നത് അല്ലേ. അപ്പം അതെല്ലാം മറ്റു മത്സരാർത്ഥികളുടെ കുറ്റമാണ്. അവരെല്ലാം കൂടെ അല്ലേ നോമിനേറ്റ് ചെയ്ത് അകത്ത് വിട്ടത്. അതിൻ്റെ ചുരുക്ക് ഏതായാലും ജാസ്മിൻ പ്രകടിപ്പിക്കും എന്ന് തന്നെ തോന്നുന്നു. അതിൽ ഇന്നലെ ജയിലിൽ വെച്ച് തന്നെ നമ്മളെ ജിൻഡോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ജിൻഡോട് മാത്രമല്ലേ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ ജാസ്മിൻ അല്ലേ. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ചുരുക്ക് നമ്മുടെ ജാസ്മിൻ തീർക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും എത്താം.